ബിസിനസ് സ്റ്റഡീസിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഏകാംഗ വ്യാപാരം, പങ്കാളിത്തം, ഹിന്ദു കൂട്ടുകുടുംബം അഥവാ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ് ആൻഡ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഏകാംഗ വ്യാപാരം എന്താണ്, പങ്കാളിത്തം എന്താണ്, ഹിന്ദു കൂട്ടുകുടുംബം എന്താണ്, അവയെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വ്യാപാര സംഘടനയുടെ വിവിധ രൂപങ്ങളാണ് ഇവ അഥവാ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ഇതൊക്കെ. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. അപ്പോൾ ഓരോന്നിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ബിസിനസ് സ്ഥാപനം ഏതൊക്കെ രീതിയിൽ നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു കാര്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഏകാംഗ വ്യാപാരം അഥവാ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്താന്ന് നോക്കാം. ഏകാംഗ വ്യാപാരം എന്നാൽ ഒരൊറ്റ വ്യക്തിയുടെ ഉടമസ്ഥതയിലും ഭരണത്തിലും നിയന്ത്രണത്തിലും നടത്തിക്കൊണ്ടുപോകുന്ന വ്യാപാര രീതിയാണ്. അതിൽ നിന്നുള്ള എല്ലാ ലാഭങ്ങളും നഷ്ടങ്ങളും അയാൾക്ക് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ഒരു ഏകാംഗ വ്യാപാരം എന്ന് വെച്ചാൽ ഒരു വ്യക്തി തനിച്ച് നടത്തിക്കൊണ്ടുപോകുന്ന വ്യാപാര രീതിയെയാണ് നമ്മൾ ഏകാംഗ വ്യാപാരം എന്ന് പറയുന്നത്. അതായത് അവിടെ ആ ഒരു ബിസിനസ് നടത്തുന്നത് ആ ഒരു വ്യക്തി തനിച്ചായിരിക്കും. അയാൾ എന്താണ്, മറ്റൊരു വ്യക്തിയുടെ സഹായത്തോടു കൂടിയല്ല, അവർ തനിച്ച് തുടങ്ങുന്ന ബിസിനസ്സിനെയാണ് നമ്മൾ ഏകാംഗ വ്യാപാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബിസിനസ്സിന് ഒരൊറ്റ ഉടമസ്ഥൻ മാത്രമേ ഉണ്ടായിരിക്കൂ. ആ ഒരൊറ്റ ഉടമസ്ഥൻ മാത്രമേ ആ ഒരു ബിസിനസ്സിന് ഉണ്ടായിരിക്കൂ. ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന എല്ലാ ലാഭവും ആർക്ക് സ്വന്തമാണ്? ഈ ഒരു ഏകാംഗ വ്യാപാരിക്ക് സ്വന്തമാണ്. The business organization in which a single person owns, manages and controls all the activities of the business is known as sole proprietorship. അപ്പോൾ ഈ ഒരു ഏകാംഗ വ്യാപാരം നടത്തുന്ന വ്യക്തിയെ നമ്മൾ ഏകാംഗ വ്യാപാരി എന്നാണ് പറയുക. ഏകാംഗ വ്യാപാരി അഥവാ ഇംഗ്ലീഷിൽ സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയും. അപ്പോൾ അടുത്തതായിട്ട് എന്തൊക്കെയാണ് ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. അല്ലെങ്കിൽ ഏകാംഗ വ്യാപാരത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെ? ഒന്നാമത്തത്, രൂപീകരണവും അടച്ചുപൂട്ടലും എളുപ്പമാണ്. ഈസി ടു ഫോം ആൻഡ് ക്ലോസ്. അതായത് ഈ ഒരു ഏകാംഗ വ്യാപാരം, ഈ ഒരു ബിസിനസ് തുടങ്ങാനും അതുപോലെ തന്നെ അവസാനിപ്പിക്കാനും എന്താണ്, വളരെ എളുപ്പമാണ്. ഒരുപാട് നിയമ നടപടികളൊന്നും ഇല്ല. ഓക്കെ, രണ്ടാമത്തത്, ഏകാംഗ വ്യാപാരിയുടെ ബാധ്യത അപരിമിതമാണ്, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ലാബിലിറ്റി ഓഫ് സോൾ പ്രൊപ്രൈറ്റർ. അതായത് ഇവിടെ എന്താണ്, ഈ ഒരു ഏകാംഗ വ്യാപാരത്തിന് ഇറങ്ങുന്ന ഏകാംഗ വ്യാപാരി അവരുടെ ബാധ്യത എന്ന് വെച്ചാൽ പരിമിതമല്ല. അതായത് എത്ര പൈസയാണോ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ആ പൈസ മാത്രമല്ല ഈ ഒരു ബിസിനസ്സിന് നഷ്ടം വന്നാൽ ഇവർക്ക് നഷ്ടമാവുക. ഈ ബിസിനസ്സിന് വരുന്ന നഷ്ടങ്ങൾ നികത്താനായിട്ട് സ്വന്തം സ്വത്തുക്കൾ അവയൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ടും ഇവരെന്താണ് ഈ ഒരു ബിസിനസ്സിന് വരുന്ന ബാധ്യതകൾ നികത്തി കൊടുക്കണം. അതാണ് പറയുന്നത് സോൾ പ്രൊപ്രൈറ്ററുടെ ബാധ്യത അൺലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ അപരിമിതമാണ്, അല്ലെങ്കിൽ അക്ലിപ്തമാണ്. ഓക്കെ, അടുത്തത്, ലാഭനഷ്ടങ്ങൾ ഉടമയുടേത് മാത്രം. അതായത് നോട്ട് ഷെയറിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അതായത് ഇവിടുത്തെ ലാഭമായാലും നഷ്ടമായാലും ആർക്ക് സ്വന്തമാണ്? ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർക്ക് സ്വന്തമാണ്. അല്ലാതെ വേറെ ആർക്കും എന്താണ് ലാഭത്തിന്റെ വിഹിതം കൊടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് നിയന്ത്രണമാണ്, കൺട്രോൾ. നിയന്ത്രണം അഥവാ കൺട്രോൾ എന്ന് വെച്ചാൽ ഈ ഒരു ബിസിനസ് മുഴുവനായിട്ടും നിയന്ത്രിക്കാനുള്ള അവകാശം ആർക്കാണ്? ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർക്കാണ്. ഓക്കെ, ഏറ്റവും അവസാനത്തത് വ്യാപാര തുടർച്ചയുടെ അഭാവമാണ്, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് ബിസിനസ്. അതായത് ഈ ഒരു ബിസിനസ്സിന് എന്താണ്, തുടർച്ച ഉണ്ടാവില്ല. കാരണം ഇതെന്താണ്, ഒരു സിംഗിൾ പേഴ്സൺ നടത്തുന്ന ബിസിനസ്സാണ്, ഒരൊറ്റ വ്യക്തി നടത്തുന്ന ബിസിനസ്സാണല്ലേ. അപ്പോൾ ആ വ്യക്തിക്ക് എന്താണ്, മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്താണ് അവർക്ക് ബുദ്ധിഭ്രമം സംഭവിക്കുകയൊക്കെ ചെയ്താൽ ബിസിനസ്സും അവിടെ എന്തായി, അവസാനിച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്. അടുത്തത് മെറിറ്റ്സ് ആണ്. മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഏകാംഗ വ്യാപാരത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ ഗുണം വരുന്നത് ഉടമയ്ക്ക് സ്വന്തമായി തീരുമാനമെടുക്കാം. രണ്ടാമത്തത് ബിസിനസ്സിൻ്റെ രഹസ്യം കാത്തു സൂക്ഷിക്കാം. മൂന്നാമത്തത് എളുപ്പത്തിൽ രൂപീകരിക്കാനും അടച്ചുപൂട്ടാനും കഴിയും. നാലാമത്തത് ബിസിനസ്സിൽ നിന്നുള്ള ലാഭം ഉടമയ്ക്ക് മാത്രം. ഇത്രയൊക്കെയാണ് ഈ ഒരു ഏകാംഗ വ്യാപാരത്തിൻ്റെ ഗുണങ്ങളായിട്ട് വരുന്നത്.
അടുത്തത് ഏകാംഗ വ്യാപാരത്തിൻ്റെ ദോഷങ്ങളാണ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓർ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഒന്നാമത്തത് ബിസിനസ് തുടർച്ചയുടെ അഭാവം, രണ്ടാമത്തത് അപരിമിത ബാധ്യത, മൂന്നാമത്തത് ഭരണശേഷിയുടെ അഭാവം, നാലാമത്തത് പരിമിതമായ മൂലധനം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏകാംഗ വ്യാപാരവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അടുത്തത് രണ്ടാമത്തതായ പങ്കാളിത്തമാണ്, അഥവാ പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താന്ന് പറയാം. ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടെ ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെയാണ് പങ്കാളിത്തം എന്ന് പറയുന്നത്. പങ്കാളിത്തത്തിൽ ചേർന്നിട്ടുള്ള വ്യക്തികളെ പങ്കാളികൾ എന്ന് പറയുന്നു. Indian Partnership Act 1932 defines partnership as a relation between persons who have agreed to share the profit of a business carried on by all or any one of them acting for all. ഓക്കെ, അതായത് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പങ്കാളിത്ത ബിസിനസ് എന്ന് വെച്ചാൽ രണ്ടോ അതിൽ കൂടുതലോ വ്യക്തികൾ കൂടിച്ചേർന്നിട്ട് എന്താണ് ഒരു ബിസിനസ് തുടങ്ങുക. എന്നിട്ട് ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവും നഷ്ടവും ഒരുപോലെ പങ്കിട്ടെടുക്കുക. അതിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുന്ന വ്യക്തികളെ നമ്മൾ പങ്കാളികൾ അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 അല്ലെങ്കിൽ ഇന്ത്യൻ പങ്കാളിത്ത നിയമം 1932 നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ്. ഇനി അടുത്തതായിട്ട് എന്തൊക്കെയാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്ന് നോക്കാം. ഒന്നാമത്തത് രൂപീകരണമാണ്. ഒരു പങ്കാളിത്ത സ്ഥാപനം രൂപീകരിക്കുന്നത് 1932 ഇന്ത്യൻ പങ്കാളിത്ത നിയമം ആസ്പദമാക്കിയിട്ടാണ്. രണ്ടാമത്തത് ബാധ്യതയാണ്. ഇതിൻ്റെ ബാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ പാർട്ട്നേഴ്സിൻ്റെയും ബാധ്യത അപരിമിതമാണ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആണ്. നമ്മൾ നേരത്തെ സോൾ പ്രൊപ്രൈറ്ററുടെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ പാർട്ട്നേഴ്സിൻ്റെയും ബാധ്യത അപരിമിതമാണ്. ഓക്കെ, അടുത്ത ഫീച്ചർ നഷ്ടസാധ്യത ഏറ്റെടുക്കലാണ്. ഇവിടെയുള്ള എല്ലാ പങ്കാളികളും ഒരുപോലെ തന്നെ നഷ്ടസാധ്യത ഏറ്റെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തീരുമാനമെടുക്കലും നിയന്ത്രണവുമാണ് അടുത്ത ഫീച്ചർ. അപ്പോൾ ഇവിടെ തീരുമാനമെടുക്കലും ഈ ഒരു ബിസിനസ് നിയന്ത്രിക്കാനുള്ള അവകാശവും എല്ലാ പാർട്ട്നേഴ്സിനും ഉണ്ട്. ഓക്കെ, അടുത്ത ഫീച്ചർ തുടർച്ചയുടെ അഭാവമാണ്. ഇവിടെയും എന്താണ് ബിസിനസ്സിന് എന്താണ് തുടർച്ചയില്ല. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർ മരിച്ചു പോയാലോ അല്ലെങ്കിൽ അവർക്ക് എന്താ ബുദ്ധിഭ്രമം ഉണ്ടാവുകയോ ചെയ്താൽ അവിടെ എന്താണ് ബിസിനസ് അവസാനിക്കും. ഓക്കെ, അടുത്തത് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗുണങ്ങളാണ്. ഒന്നാമത്തത് രൂപീകരിക്കാനും അടച്ചുപൂട്ടാനും എളുപ്പമാണ്. രണ്ടാമത്തത് നഷ്ടം പങ്കിടാനായിട്ട് സാധിക്കും. മൂന്നാമത്തത് രഹസ്യം നിലനിർത്താൻ സാധിക്കും. നാലാമത്തത് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്തത് ലിമിറ്റേഷൻസ് ആണ് അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തത് അപരിമിത ബാധ്യതയാണ്. രണ്ടാമത്തത് തർക്ക സാധ്യത ഉണ്ടാകും. മൂന്നാമത്തത് ബിസിനസ് തുടർച്ചയുടെ അഭാവം. നാലാമത്തത് പരിമിതമായ മൂലധനം. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. ഇതിൽ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് ഈസ് പാർട്ട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ പങ്കാളിത്ത പ്രമാണം എന്നാൽ എന്ത്? പങ്കാളിത്ത വ്യാപാരത്തിൻ്റെ വ്യവസ്ഥകൾ എഴുതി പങ്കാളികൾ തമ്മിൽ രേഖാമൂലം ഉണ്ടാക്കുന്ന ഒരു കരാറിനെയാണ് പങ്കാളിത്ത പ്രമാണം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പാർട്ട്ണർഷിപ്പ് ഈ ഒരു പങ്കാളിത്തത്തിൽ എന്താണ് ഉള്ള വ്യവസ്ഥകളൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ട്നേഴ്സ് തമ്മിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു രേഖ അതൊരു കരാറാണ്, ഒരു എഗ്രിമെൻ്റ് ആണ്. അതിനെയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഓക്കെ, പങ്കാളിത്ത പ്രമാണം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ പറ്റി പഠിക്കാനുള്ളത്. അടുത്തത് മൂന്നാമത്തതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ് അല്ലെങ്കിൽ ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ്, ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്. ഓക്കെ, ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ബിസിനസ് സംഘടനാ രൂപമാണ് ഇത്. ഒരു ഹിന്ദു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും സംയുക്ത ഉടമസ്ഥതയിലും നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ബിസിനസ് ആണ് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്. അതായത് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ബിസിനസ് രീതിയാണിത്. ഇത് എവിടെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഹിന്ദു കൂട്ടുകുടുംബത്തിലാണ്. ആ ഒരു ഹിന്ദു കൂട്ടുകുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ബിസിനസ്സാണിത്. The joint Hindu family business refers to a business which is owned by the members of a joint Hindu family. It is also known as Hindu undivided family business. Okay, അപ്പോൾ ഹിന്ദു കൂട്ടുകുടുംബത്തിൻ്റെ ഇടയിൽ നടക്കുന്ന ബിസിനസ്സാണ് ഇത്. അപ്പോൾ ഈ ഒരു ബിസിനസ് നോക്കി നടത്തുന്ന ആള് ആ ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ തലമുതിർന്ന പുരുഷൻ എന്നൊക്കെ പറയാം. ഏറ്റവും പ്രായം കൂടിയ
പുരുഷനായിരിക്കും ഈ ബിസിനസ് നോക്കി നടത്തുന്നുണ്ടാവുക. ആ ഒരു പുരുഷനെ നമ്മൾ കർത്ത എന്ന് പറയും. ഓക്കെ, കർത്ത എന്ന് പറയുന്ന ആ ഒരു കുടുംബത്തിലെ ഏറ്റവും പ്രായമേറിയ വ്യക്തിയാണ് ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, ബിസിനസ്സിന്റെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ആ വ്യക്തിയായിരിക്കും. ബാക്കിയുള്ള അംഗങ്ങളെ നമ്മൾ കോ പാർട്ട്നേഴ്സ് എന്ന് പറയും. ഓക്കെ, കോ പാർട്ട്നേഴ്സ്. ഓക്കെ, അടുത്തതായിട്ട് ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് രൂപീകരണമാണ്. അതായത് ഈ ഒരു ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ് രൂപീകരിക്കാനായിട്ട് പൂർവിക സ്വത്ത് അല്ലെങ്കിൽ ആൻസ്ട്രിയൽ പ്രോപ്പർട്ടി, നമ്മൾ പരമ്പരാഗത സ്വത്ത് എന്നൊക്കെ പറയില്ലേ, അതായത് നമുക്ക് എന്താ മുന്നിലുള്ള തലമുറകൾ ആയിട്ട് കൈമാറി വന്ന ആ ഒരു സ്വത്തും അതുപോലെ തന്നെ ചുരുങ്ങിയത് എന്താണ് 2 കുടുംബാംഗങ്ങളും ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് ബാധ്യതയാണ്. ഇവിടെ ബാധ്യത, കർത്തയുടെ ബാധ്യത അപരിമിതമാണ്, അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആണ്. ബാക്കിയുള്ള അംഗങ്ങൾ അതായത് കോപാർട്ട്നേഴ്സ് അവരുടെ ബാധ്യത എന്താണ്? പരിമിതമാണ് അല്ലെങ്കിൽ ലിമിറ്റഡ് ആണ്. ഓക്കെ, അടുത്തത് നിയന്ത്രണമാണ്. ഈ ഒരു കൂട്ടുകുടുംബ ബിസിനസ് നിയന്ത്രിക്കുന്നത് കർത്തയായിരിക്കും. അടുത്തത് വ്യാപാര തുടർച്ചയാണ്. ഈ ഒരു കൂട്ടുകുടുംബ ബിസിനസ്സിന് എന്താണ്? വ്യാപാര തുടർച്ചയുണ്ടാകും. അതായത് ഈ ഒരു കൂട്ടുകുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തിയുടെ മരണം ഈ ബിസിനസ്സിനെ ബാധിക്കില്ല. ഇപ്പൊ കർത്ത മരിച്ചു പോയാൽ അടുത്ത വ്യക്തി, അതായത് അടുത്ത പ്രായമേറിയ വ്യക്തി കർത്തയുടെ സ്ഥാനത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു കൂട്ടുകുടുംബ ബിസിനസ്സിന് വ്യാപാര തുടർച്ചയുണ്ടായിരിക്കും. ഇത്രയുമാണ് ഈ ഒരു കൂട്ടുകുടുംബ ബിസിനസ്സിന്റെ സവിശേഷതകളായിട്ട് പറയാനുള്ളത്. അടുത്തത് ഈ ഒരു കൂട്ടുകുടുംബ ബിസിനസ്സിന്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ എന്താണ്? മെറിറ്റ്സ് ആണ്. മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് ഫലപ്രദമായ നിയന്ത്രണം. രണ്ടാമത്തത് ബിസിനസിന്റെ സുസ്ഥിരത. മൂന്നാമത്തത് അംഗങ്ങളുടെ ക്ലിപ്ത ബാധ്യത. നാലാമത്തത് ബിസിനസ് രഹസ്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് കഴിയും. ഓക്കെ, അടുത്തത് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓർ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണ്. അഥവാ എന്തൊക്കെയാണ് ഈ ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ ദോഷങ്ങൾ. ഒന്നാമത്തത് പരിമിത മൂലധനം. അതായത് ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇറക്കുന്ന പണം, അതായത് ബിസിനസ് തുടങ്ങാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തെയാണ് മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയ ആ ഒരു പണമാണ്. അപ്പോൾ അതെന്താണ്? ഒരിക്കലും ഒരു വലിയ ഒരു തുകയൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ വലിയൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എന്താണ്? ഇവിടെ പരിമിത മൂലധനമാണ്. രണ്ടാമത്തത് കർത്തായുടെ അക്ലിപ്ത ബാധ്യത. അതായത് കർത്തയുടെ ബാധ്യത എന്താണ്? അക്ലിപ്തമാണ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആണ്. ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് കർത്ത ചിലപ്പോൾ എന്താണ്? സ്വന്തമായിട്ട് സമ്പാദിച്ച ചില സ്വത്തുക്കൾ ഉണ്ടാകും. അപ്പോൾ അതും ഈ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും നഷ്ടം വന്നാൽ കർത്തയ്ക്ക് എന്താണ്? ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കർത്തയുടെ ബാധ്യത അക്ലിപ്തമാണ്. ഓക്കെ, അടുത്തത് പരിമിതമായ ഭരണനിർവഹണ ശേഷിയാണ്. അതായത് ഇവിടെ എന്താണ്? ഈ ഒരു ബിസിനസ് ഭരിക്കുന്നത് ആ കുടുംബത്തിലെ പ്രായമേറിയ കർത്തയാണ്. അപ്പോൾ അവർ ഭരിക്കുന്നതിൽ എന്താണ്? കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസിന്റെ ദോഷങ്ങളായിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനെ പറ്റിയിട്ടും പാർട്ണർഷിപ്പിനെ പറ്റിയിട്ടും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്സിനെ പറ്റിയിട്ടുമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.